സമയത്തിന് മാത്രമേ സ്നേഹത്തിൻ്റെ വിലയറിയൂ. സത്യത്തിൽ അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സമയമാണ് സ്നേഹത്തിൻ്റെ കാവൽക്കാരൻ. സമ്പത്ത് കൊണ്ടോ അറിവ് കൊണ്ടോ നമുക്കെടുത്തു കാണിക്കുവാൻ കഴിയാത്ത സ്നേഹം യഥാർത്ഥ സമയത്ത് വെളിപ്പെടും. പണം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല സ്നേഹം. സഹതാപം കൊണ്ടോ സമ്പർക്കം കൊണ്ടോ നേടിയെടുക്കുവാൻ കഴിഞ്ഞെന്നു വരികയില്ല സ്നേഹം. സ്നേഹം സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ആരുമറിയാതെ സംഭവിക്കും. സ്നേഹത്തിനും ഒരു സമയമുണ്ട്. പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത കലഹത്തിനും മരുന്നില്ലാത്ത അസൂയയ്ക്കും പരിഹാരമുണ്ടാക്കുവാൻ സമയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളിൽ പലരും പുറമേ കാണിക്കുന്ന വിരോധത്തിനും വഴക്കിനും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ സ്നേഹമുണ്ടാകും. അപ്രതീക്ഷിത പ്രതിസന്ധികളുടെയും ആപത്തുകളുടെയും നടുവിൽ ആ സ്നേഹം ഉണർന്നെഴുന്നേൽക്കും. സ്നേഹത്തിന് പല ഭാവങ്ങളുണ്ട്. അപകടത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ സ്നേഹം എതിർത്തു വരും. ആ സ്നേഹം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെടണം. ദേഷ്യം, നിസ്സംഗത, അവഗണന, സങ്കടം ഇവയുടെ എല്ലാം മറുവശത്ത് സ്നേഹത്തിൻ്റെ ഒരു സ്പർശമുണ്ടാകും. ആ സത്യം മനസ്സിലാകണമെങ്കിൽ ഒരുപക്ഷെ വളരെ സമയം എടുത്തു വരും. നഷ്ടപ്പെട്ട സ്നേഹത്തിൻ്റെ വിലയറിയണമെങ്കിൽ കാലങ്ങൾ കഴിയണം. ചേർന്നു നിന്നിരുന്നവർ സ്നേഹിതരല്ലായിരുന്നുവെന്നും അകറ്റി നിർത്തിയവരെയാണ് യഥാർത്ഥ സ്നേഹിതരെന്നും മനസ്സിലാക്കി തരാൻ സമയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സമയമാണ് സ്നേഹം വിളക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന്. പലപ്പോഴും സ്നേഹത്തിനു വേണ്ടി പണം കൊടുത്ത് പോകുന്നവരുണ്ട്. അത് ശാശ്വതമായിരിക്കയില്ല. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സ്നേഹിക്കുന്നവരുണ്ട്. അതെന്നാളും നിലനിൽക്കുകയില്ല. നന്മ ലഭിച്ചില്ലെങ്കിൽ അറ്റുപോകുന്ന സ്നേഹബന്ധങ്ങളുണ്ട്. അതൊന്നും സ്നേഹത്തിന് ശാശ്വതമല്ല. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആരാണ് നല്ല സ്നേഹിതൻ എന്ന് നമുക്ക് ചില സമയങ്ങളിൽ മാത്രമേ തിരിച്ചറിയുകയുള്ളൂ. യാതൊരുവിധമായ ബന്ധങ്ങളുമില്ലാത്ത എത്രയോ പേർ ദുർഘട സമയങ്ങളിൽ സ്നേഹവുമായി എത്തിയിട്ടുണ്ട്. ആ ഒരു കരം ഒരുപക്ഷെ ഇല്ലായിരുന്നു എങ്കിൽ, ആ സ്നേഹത്തിൻ്റെ ഒരു ലാളനം നമുക്ക് ലഭിച്ചിരുന്നില്ലായിരുന്നു എങ്കിൽ പലരും മൺമറഞ്ഞ് പോകുമായിരുന്നു. എല്ലാ പ്രകടനവും സ്നേഹമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചതിക്കുന്ന സ്നേഹമുണ്ട്, ചതിക്കുഴിയിൽ അകപ്പെടുത്തുന്ന സ്നേഹമുണ്ട്, ഒറ്റുകൊടുക്കുന്ന സ്നേഹമുണ്ട്, കാര്യസാധ്യത്തിനു വേണ്ടി അടുത്തുകൂടുന്ന സ്നേഹമുണ്ട്. എന്നാൽ ഇതെല്ലാം വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ സ്നേഹത്തിൻ്റെ കാവൽക്കാരൻ ആരായിരിക്കൂ എന്ന് അറിയുകയുള്ളൂ. സന്തോഷവും ദുഃഖവും അറിവും സ്നേഹവും തുടങ്ങിയവയെല്ലാം മനുഷ്യനിലുണ്ടെങ്കിലും
സ്നേഹം വെളിപ്പെട്ടു വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സമയമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഏത് സമയത്തും ഏത് പ്രതിസന്ധികളിലും ഇറങ്ങി വരുന്ന ആ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹം വീണ്ടും സമയാസമയങ്ങളിൽ നമ്മളെ സ്നേഹിക്കട്ടെ, രക്ഷിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരു നല്ല ശുഭദിനം നേരുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.